ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്കൊരു വീഡിയോ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ ഈ വീഡിയോ ഏകദേശം പകുതി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നവരാണെന്ന് പറയാം അല്ലേ. എല്ലാ ഇതും നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. പക്ഷേ എന്നിട്ടും ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ചില ആൾക്കാർ എന്താണ് നമുക്ക് സാഹചര്യം ഉണ്ടായിട്ടും എന്താ പറയുക ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് അവരെ കണ്ണടച്ച് അവരുടെ മുന്നിൽ കൂടി പോകുന്നവരും ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു കണ്ണൊന്ന് തുറപ്പിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ദൈവം ചില മനുഷ്യരോട് ഒരുപാട് ക്രൂരത കാണിക്കും. എന്റെ കൈ പിടിച്ച് നടന്നു വരുന്നത് ഒരുപാട് പ്രതീക്ഷയായിട്ടാണ്. എന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കയറ്റണ്ടേ. അങ്ങനെ അവളുടെ ഒരു കുറവ് നികത്താനാണ് ഞാൻ ഇവിടെ വന്നത്. അവൾക്ക് ഈ ഒരു ലോകത്തെ കേൾക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. അവളുടെ ഈ ഒരു കുറവ് കാരണമാണ് അവളുടെ അച്ഛൻ അവളെ ചെറുതിലെ ഉപയോഗിച്ചിട്ട് പോയത്. ഇന്ന് ഈ വീഡിയോ അവളുടെ അച്ഛൻ കാണണം. ദൈവം ഒരുപാട് കുറവ് ഈ മോൾക്ക് കണ്ടല്ലോ. അപ്പം എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് നമ്മൾ ഡെയിലി നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബറായിട്ടുള്ള സൂരജ് എന്നുള്ളത്. ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുള്ളിയുടെ വീഡിയോസ് എല്ലാം ഒന്ന് പേജിൽ കയറി ചെക്ക് ചെയ്യാൻ തന്നെ മനസ്സിലാവും എത്രത്തോളം പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെയാണ് പുള്ളി ഇതേപോലെ സ്നേഹിച്ചും കൂടെ നിർത്തിക്കൊണ്ടും അവരെ എന്താ പറയുക ഉയർത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ഉയർത്തിക്കൊണ്ടിരുന്നുള്ളതും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ കൊണ്ടുവന്നത് 90% ഈ മോൾക്ക് കേൾവി ശക്തിയില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കാനും പറ്റില്ല. അതിന്റെ കൂടെ തന്നെ കാലിനും കയ്യിനും ബുദ്ധിമുട്ട്. ഞാൻ അശ്വിനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ ധൈര്യമായിട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലോട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് കേൾവിയുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം നടത്തുന്നവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അശ്വിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഫുൾ ചെക്കപ്പ് എല്ലാം നടത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞതാണ് ചെറുതിലെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇത് ഒരുപാട് മാറ്റം ഉണ്ടാകുമെന്ന്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ കുഞ്ഞിലെ തന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകണം. ലേറ്റ് ആവും തോറും അവരുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത്. ഇവർക്ക് ഈ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നതിനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ഒരു നേരത്തിനുള്ള ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലി ആയിരുന്നു. എന്താണ് പേര്? അശ്വിനി. വീട് എവിടെ? പാലോട്. കഴിച്ച രാവിലെ എന്താ കഴിച്ചു? അപ്പം കഴിച്ചു. കടയിന്ന് കഴിച്ചു. അച്ചു കേക്കാമോ? ഇപ്പൊ നല്ല സൗണ്ട് ഉണ്ടോ? ഇപ്പൊ എന്ത് ചെയ്യണം ഞാൻ? എന്താ സൗണ്ട് കേട്ടെ? അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സൂരജിൻ്റെ മനസ്സിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാര്യം സത്യം പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരുടെ നേട്ടം അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് എന്താണ് തുണി അഴിച്ചിട്ട് എങ്ങനെ ഫേമസ് ആവാം, അങ്ങനെ ഫേമസ് ആവുക. അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ നാട്ടിലെ നേട്ടങ്ങൾ പങ്കുവെക്കാനും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അത്രയും റീച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കാനും നാട്ടുകാരെ കാണിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ഹൈഫൈ ആവാം അങ്ങനെ ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്. കാര്യം അവരിൽ ഒരുപാട് എന്താ പറയുക നമുക്ക് സാഹചര്യം ഉണ്ടായിട്ടും ഒരാൾക്ക് പോലും ഒരു കൈത്താങ്ങായിട്ടുള്ളവരെ ഞാൻ പറയട്ടെ ഞാൻ കൂടുതലായും കണ്ടിട്ടില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും അങ്ങനെയുള്ളതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഒരാളെ നമ്മൾ കാണുമ്പോൾ ശരിക്കും ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരാളെയാണ് നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യണമെന്നല്ല കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയും ഇത്തരത്തിലൊരാളെ നമ്മൾ എന്താ പറയുക നമ്മൾ ഉയർത്തിക്കൊണ്ടിരണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതുപോലെ എന്താ പറയുക നമുക്ക് കുറേ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ ഒരു കൈ പിടിച്ചെങ്കിലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് എന്താ പറയുക റീച്ച് ഉണ്ടാക്കുക അല്ലേ. അവർക്കെതിരെ നമ്മൾ അവരുടെ വീഡിയോസും കണ്ട് അവർക്കെതിരെ കമൻസ് ഇട്ടിട്ട് എന്താ കാര്യം? അവർക്ക് നേട്ടമുണ്ടെന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ പണം കൂട്ടിയിട്ട് കുറേ പേര് നമുക്കിടയിലുണ്ട് അല്ലെ. അവരെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവർ അല്ലെ. അവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഒരു തരത്തിൽ എന്താ പറയുക ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കൈത്താങ്ങാൻ പറ്റിയ ഒരാളെ നമ്മൾ എന്താ പറയുക ഇയാളെ പോലുള്ള ഒരാളെ ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഇതുപോലെ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ചിലർക്കെങ്കിലും സൂരജിനെ പോലെയുള്ള വ്ളോഗേഴ്സിന് എന്താ പറയുക ഒരു കൈത്താങ്ങാവാൻ പറ്റും. ഓക്കെ. ഇപ്പം ഈ ഒരു വീഡിയോ ഞാനതിൽ ഷെയർ ചെയ്യാനുള്ള കാര്യം അതുകൊണ്ടാണ്. കാര്യം ഇത് കണ്ടിട്ടെങ്കിലും എന്താ പറയുക കുറച്ച് പേർക്കെങ്കിലും ഇപ്പം ഞാൻ എല്ലാവരും നമ്മളിപ്പോൾ നിർബന്ധം പിടിക്കാനും പിന്നെ ചില ആൾക്കാർ ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യാറില്ല. ഓക്കെ. നമ്മൾ എന്താ പറയുക ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയാതെ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. പക്ഷേ എങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെങ്കിലും മുന്നോട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ശരിക്കും പറഞ്ഞാൽ ആ ഫാമിലി
ഫാമിലി എന്താ പറയുക ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കൈത്താങ്ങായിട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറയാതെ ഈ ഒരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വലിയ വലിയ വ്ളോഗേഴ്സൊക്കെ ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ ഇങ്ങനെ സഹായിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും അത്തരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളാണ്. പക്ഷേ നമുക്കുള്ള പരിമിതികളുണ്ട്. പക്ഷെ അതിനകത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനൊക്കെ കാര്യം ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്കത് ഇങ്ങനെ എടുത്തിട്ടത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ ഞാൻ ഇത് ഷെയർ ചെയ്യുന്ന കാര്യം ഇത്തരത്തിലുള്ള വലിയ വലിയ സഹായങ്ങൾ ചെയ്യാൻ ഇതുപോലുള്ള വലിയ വലിയ ആൾക്കാർക്ക്, വലിയ വലിയ ബ്ലോഗേഴ്സിന് കാര്യങ്ങളൊക്കെ എന്തായാലും തീർച്ചയായും പറ്റുന്നുള്ളത് എനിക്കറിയാം. അപ്പം നമ്മൾ ഈ പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്തിട്ട് എന്താ പറയുക, ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് നമ്മൾ ഉള്ള ക്രീംസും ബ്രാൻഡിനൊക്കെ വെച്ചിട്ട് ഒരുമാതിരി ഉടായ്പ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ശരിയാണ്, അവരവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല, കാര്യം അത് അവരുടെ ഇഷ്ടമാണ്. ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത് നമുക്ക് അങ്ങനെ അവർ നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എന്ന് വെച്ചാൽ ഈ മല്ലു ഫാമിലി അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഫോളോ ചെയ്യുക, എന്നിട്ട് കുറേ ഗിവ് അവേ ആയിട്ട് ഫോണുകളും കാര്യങ്ങളൊക്കെ നറുക്കെടുപ്പിലൂടെ കൊടുക്കുക. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള 1-2 പേരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയതായിട്ടാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരും നിർബന്ധിച്ച് കമ്പൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. കാര്യം നമ്മൾ സ്വയം നമ്മളെ മനസ്സോട് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യം. ഈ ഒരു വ്ളോഗർ ശരിക്കും നമ്മൾ ആ പേജ് ഒന്ന് നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, പുള്ളി ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായും നമ്മളെ സമൂഹത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരാൾക്ക് കൈത്താങ്ങാൻ പുള്ളിക്ക് സാധിക്കും കേട്ടോ. അപ്പം അതുമാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരാളെങ്കിലും ഇത്തരത്തിൽ മുന്നോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ശരിക്ക് നല്ലതല്ല. അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ ബൈ, വേറെ ഒന്നുമില്ല.